ആത്മവിമർശനം അദ്ദേഹത്തിൻ്റെ ജീവിത പന്താവിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് സ്വകാര്യ ജീവിതത്തിലായാലും സിനിമാ തിരക്കഥയിലായാലും അദ്ദേഹം അത് കാണിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സൗഹൃദം ഒക്കെ അദ്ദേഹത്തിന് വലിയ ഒരു വിലയാണ്. ഇപ്പം നടൻ മുകേഷുമായിട്ടൊക്കെ വലിയ ആത്മബന്ധമുള്ള ഒരാളായിരുന്നു ശ്രീനിവാസൻ. അവരൊന്നിച്ച് സീരിയൽ പിടിച്ചിട്ടുണ്ട്, ഒന്നിച്ച് സിനിമ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ശ്രീനിവാസൻ്റെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടാൽ അദ്ദേഹത്തിന് നമ്മളൊരിക്കലും അകന്നു പോകില്ല. നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും നിമിഷം ഉണ്ടായാൽ പോലും ചില ബലിതം പൊഴിച്ച് അദ്ദേഹത്തിനെ ഈസി ചെയ്യുന്ന ഒരു അത്ഭുത സിദ്ധി അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മലയാള സിനിമയിൽ അദ്ദേഹം തിരക്കഥയിലേക്ക് കടന്നില്ലായിരുന്നെങ്കിൽ കുറേ അധികം വലിയ സിനിമകൾ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അദ്ദേഹം ശരിക്കും ഈ മലയാള സിനിമയിലെ മിക്ക നടന്മാരും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ അഭിനയിക്കാൻ ആഗ്രഹം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പലരുടെയും സ്വപ്നമായിരുന്നു ശ്രീ എന്നവർ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ, ഞങ്ങളൊക്കെ ശ്രീയേട്ടെന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ അഭിനയിക്കുക എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.